നേരത്തെ ഒരു മനുഷ്യൻ വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. തെരച്ചിലൊന്നും നടക്കുന്നില്ല, വേണ്ട യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നൊക്കെ അദ്ദേഹം കരഞ്ഞു പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ JCB ഇറ്റാച്ചിയോ ഒക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മാർഷൽ നിൽക്കുന്ന ഭാഗം അവിടെയാണ്, സ്കൂളിൻ്റെ പരിസരമാണത്. അവിടെ അത്രയധികം ദുരന്തത്തിന്റെ ഏറ്റവും കൂടുതൽ തീവ്രത അനുഭവിച്ചൊരു സ്ഥലമാണ്. അവിടേക്ക് ക്ഷേത്രമുണ്ടായിരുന്നു. വെള്ളാരമലയിൽ ആ വലിയ മലയ്ക്ക് സമീപം ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതാണ് സ്കൂള്, ചുരമല സ്കൂൾ. ഇതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ആ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ പകുതിയോളം മണ്ണ് കയറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു പുഴയായിട്ട് ഒഴുകുന്ന ഒരു ചെറിയ അരുവിയായിരുന്നു. അത് ദിശ തെറ്റി ഒഴുകി വരുന്നതാണ്. വലിയൊരു പുഴ പോലെ ഇതാ സ്കൂളിന് മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂള് പൂർണ്ണമായിട്ടും, അതായത് പുതിയ കെട്ടിടം ഒഴികെ ബാക്കിയെല്ലാം തന്നെ വെള്ളം കയറി. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ചെളിയും വെടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. രാത്രി ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടുമൊക്കെ വലിയൊരു ദുരന്തം, കുഞ്ഞുങ്ങളുടെ ഒരു ദുരന്തം വേണമെങ്കിൽ ഒഴിവായി എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യമുണ്ടല്ലോ, ഇത് അങ്ങ് മലയിൽ നിന്ന് ഒഴുകി വന്ന പാറകൾ, നേരത്തെ നമ്മൾ കണ്ട പാറകളുടെ മറു സൈഡാണ്. പാറകൾ ഇങ്ങോട്ട് വന്നില്ല. പാറകൾ വീട് നിന്ന സ്ഥലം വിശേഷമായിക്കൊണ്ട് പോകുന്നു. ഈ പുഴ ഇങ്ങനെ വന്നിട്ട് ഉണ്ടക്കയിലേക്കുള്ള വഴിയിൽ നമുക്ക് ആ ദൂരെയായിട്ട് കാണാം. ബെയിലി പാലം 40% ആയിരിക്കുന്നു. പാലത്തിൻ്റെ പണി അപ്പുറത്ത് നടക്കുന്നത് കാണാം. ഈ ഒരു ഏരിയ ആണ് പ്രധാനമായിട്ടും അപകടത്തിൻ്റെ ഒരു തോത് കുറച്ച് പറയാം. കാരണം ഈ ഒരു സ്കൂളും ഗ്രൗണ്ടും ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന വലിയ പാറകൾ, വീടുകളില്ലാത്തത് കൊണ്ട് ദുരന്തത്തിൻ്റെ തോത് കുറച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. സ്കൂളില്ലാതിരുന്നത് ഭാഗ്യമായിട്ടുണ്ട്. വേറെ കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദുരന്തമുഖത്തെ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ തുടരുകയാണ്. വെള്ളരിമലയിൽ വലിയ പാറ മാറ്റുവാൻ വേണ്ടി ഒരു ഹിറ്റാച്ചി മാത്രമാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനം അവിടെ തുടരുന്നു. ഇവിടെ ഈ സ്കൂളിൻ്റെ അവസ്ഥ അതേപടി തന്നെ നിലനിൽക്കുകയാണ്. സ്കൂളിൻ്റെ ഒരു ദുരന്തമുഖമായിട്ട് സ്കൂൾ മാറിയിരിക്കുന്നു. ഇതിനകത്തേക്ക് നിന്നേ കയറാൻ സാധിക്കില്ല. കെട്ടിടങ്ങളെല്ലാം വിണ്ടിരിക്കുകയാണ്. വളരെ അപകടമാണ്. അതുകൊണ്ട് അകത്ത് കയറി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സ്കൂൾ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് ഒരു സ്കൂൾ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ സ്കൂളില്ലാതായിരിക്കുന്നു. അതോടൊപ്പം അതിനോട് ചേർന്നിട്ടുള്ള കെട്ടിടങ്ങളും എല്ലാം തന്നെ ഇരുന്നിരിക്കുന്നു. ഈ പാലം പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് അങ്ങോട്ട് കൂടുതൽ വാഹനങ്ങളെത്തി, JCB ഹിറ്റാച്ചിയും എത്തി അവിടെ തെരച്ചിൽ നടക്കുമ്പോൾ ആയിരിക്കും ഇനി പക്ഷേ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി കഴിയുക. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ആര്യ.